നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു കയറുമ്പോൾ എസ്പിയുടെ വക ഗോളുണ്ടായിരുന്നു. എൻട്രിക്ക് ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാം മത്സരത്തിൽ നാളെ ഇറങ്ങുകയാണ് എതിരാളികൾ റയൽ സോസിഡാഡാണ്. ഈ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സ്വാഭാവികമായിട്ടും എൻട്രിക്കിൻ്റെ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് ഇനി എൻട്രിക്ക് റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. ഹോസെ മൊറീഞ്ഞോ വിശദമായിട്ട് മറുപടിയും പറഞ്ഞു. മൊറീഞ്ഞോ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻട്രിക്കിനെ കളിപ്പിക്കാതിരുന്നത്, സ്ക്വാഡിൽ എടുക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ മസിൽ പ്രോബ്ലം ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ട്രെൻഡിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മസിൽ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് കളിപ്പിക്കാതിരുന്നത്. അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കളിക്കാരനാണ് എൻട്രിക്ക്. അദ്ദേഹത്തിന് പല ക്ലബ്ബുകളിൽ നിന്നും ആവശ്യക്കാർ വന്നു, പല കോണ്ടാക്ട്സുകളും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോകാൻ. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ വേണം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ലോണിൽ വിടണ്ട എന്ന് തീരുമാനിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിൽക്കണ്ട എന്ന് തീരുമാനിച്ചത്. എനിക്ക് എൻട്രിക്കിനെ ഇവിടെ ഈ സ്ക്വാഡിൽ വേണം. എനിക്ക് ഉറപ്പൊന്നുമില്ല ആഞ്ചലോട്ടി അദ്ദേഹത്തെ ബ്രസീൽ ടീമിൻ്റെ ഫസ്റ്റ് സ്ക്വാഡിൽ എടുക്കുമെന്ന്. പക്ഷേ കാർലോ എൻ്റെ ഫ്രണ്ടാണ്, എന്നെ നേരിട്ട് വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോൾ എസ് പി എംബാപ്പെ അവരൊരുമിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. നേരത്തെ എൻട്രിക്കിനൊപ്പമാണ് പ്രീ സീസണിൽ എസ് പി ഒരുമിച്ച് കളിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവരെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ്. പ്രീ സീസണിൽ എൻട്രിക്കിനോടൊപ്പം എസ് പി കളിച്ചു. അപ്പം എസ് പി എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലെയറാണ്. എസ്പാന്യോളിനെതിരെയുള്ള കളിയിൽ എംബാപ്പെ ഡ്രോപ്പ് ബാക്ക് ചെയ്ത് ഇൻഡിവിജ്വൽ പ്ലേക്ക് ശ്രമിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാർലോസിനെ കളിക്കളത്തിലേക്ക് വിടാം, കാർലോസ് എസ് പിയെ കളിക്കളത്തിലേക്ക് വിടാം, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന്. സോ തീർച്ചയായിട്ടും അതിലൂടെ ക്വാളിറ്റി ആഡായി. ഇപ്പോൾ ട്രെൻഡിൻ്റെ ടീമിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി ആഡാവുന്നത് കാണും. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഓരോ കളിക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോ പറയുന്നു. സോ മൊറീഞ്ഞോ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻട്രിക്കിനെ എങ്ങും കൊടുക്കുന്നില്ല. പല ഓഫറുകൾ പല ക്ലബ്ബുകൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും എങ്ങും കൊടുക്കാൻ മൊറീഞ്ഞോ തയ്യാറല്ല. മൊറീഞ്ഞോക്ക് എൻട്രിക്കിനെ വേണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.